അവൻ നിസ്കാരം അങ്ങനെ ശരിയാവണമെങ്കിൽ ഷെയ്ഖിനെ പിടിക്കണം. അന്നതിനൊക്കെ അത് കേച്ചിലാക്കി തന്നെ ഷെയ്ഖിനെ പിടിക്കണം. ഉസ്താദെ നിസ്കാരം ശരിയാണില്ല, അഞ്ച് സലാത്തില്ലിക്കോ. അങ്ങനെ ആ സലാത്തില്ല 5-6 ഉസ്താദ് പോയപ്പോ ലാസ്റ്റ് ഉസ്താദ് പറയാം, എന്റെ അവസ്ഥ തന്നെ കുട്ടി, എന്താ ചെയ്യണമെന്ന് അറിയില്ല. മുഫ്ലിഹീങ്ങളൊരു നിസ്കാരമുണ്ട്, അള്ളാന്റെ ദിക്റിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. എന്നാലോ നേരെ മറ്റ് സത്യസമത്തിന് പോലെ നിസ്കരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിസ്കാരം ശരിയാവനോ ഇങ്ങനത്തെ ഈ ആത്മാവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന് പഠിപ്പിച്ചു തരുന്ന മശായിഖുമാരുമായി ബന്ധപ്പെട്ട് ആ നിസ്കാരം പഠിച്ചത് പ്രാക്ടീസ് ചെയ്യണം. അവിടെ ആരോഗ്യം ഒന്നുമില്ല വേണ്ടേ, അവിടെ നിങ്ങളെ ദൃഢമായ യക്കീനുള്ള മനസ്സാ വേണ്ടത്. എങ്കിൽ പെട്ടെന്ന് കരകയറാൻ പറ്റുന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ശ്രമിക്കാതെ കിട്ടൂല. അവർ ശേഖനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കറാമത്ത് കണ്ടിട്ട് നിസ്കാരമൊക്കെ മതി നിനക്ക് ഞാൻ അള്ളനെയാണോ ഒക്കെ ഞാൻ തന്നെ അള്ളനെ എന്തിനും സ്കെച്ചിന് വെച്ച ആൾക്കാരുണ്ട്. അങ്ങനത്തെ ചൈത്തമാരെ കയറുന്നു പോയി പഠിത്താരോ. പക്ക ഹബീബ റസൂലുള്ളാഹി പഠിപ്പിച്ച ഇത്തിബാ അനുസരിച്ച് ശരീഅത്ത് അനുസരിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. അവരെ കൈ പിടിച്ച് റൂഹിന്റെ അമല് പഠിച്ച് നിസ്കാരം തുടങ്ങിയാൽ ആ നിസ്കാരത്തിന് ദുഷിച്ച ചിന്തകളിലൊക്കെ മാറ്റിയെത്താൻ നിങ്ങൾക്ക് തന്നെ കഴിയും. കാരണം ആരാണ് ഗുരു മുമ്പ് നിൽക്കുന്ന ആളപ്പം നമ്മളെ പോവാ. നമുക്ക് ഹബീബുള്ളാഹിനെക്കൊള്ള പോണം സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ആ അയ്യുഹ അത് കണ്ടു പറയേണ്ട നമുക്ക് ഒരു വട്ടെങ്കിലും ജീവിതത്തില് എന്റെ നബിന്റെ പേരിൽ ആ അത്തഹിയ്യാത്ത് ചെല്ലുമ്പോ ആ സലാത്തെന്ന് പറഞ്ഞ് മടക്കണ കേൾക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരേണ്ട ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും. അതിനുള്ള നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ തൗഹീദുള്ള സിൽസിലയുള്ള സനദുള്ള ശരീഅത്തിന് വിരുദ്ധമായി നീങ്ങാത്ത ശൈഖന്മാരെ കൈ പിടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.